ഹലോ. നമ്മളിൽ പലരും, പ്രത്യേകിച്ച് വീട്ടമ്മമാർ, ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു വലിയ യുദ്ധം ജയിക്കാൻ എന്ന കണക്കാണ്. കുഞ്ഞുങ്ങൾ, അടുക്കള, വീട്ടുജോലികൾ ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ സമയം പോയതറിയില്ല. എന്നിട്ട് രാത്രി കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, എൻ്റെ ദൈവമേ, ഇന്നും എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. എനിക്ക് കുറച്ച് നാൾ മുമ്പ് വരെ അങ്ങനെയായിരുന്നു. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം എന്ന് കരുതി മാറ്റിവെച്ച് അവസാനം ഒന്നും നടക്കാതെയും വരും. ശരിക്കും മടിയൊന്നുമല്ല, പക്ഷെ എവിടെ തുടങ്ങണമെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന നമ്മൾക്കും ജീവിതത്തിൽ ഒന്ന് ജയിക്കണ്ടേ? അപ്പോൾ ഇന്ന് നമുക്കൊരു തീരുമാനമെടുത്താലോ? അതിനായി ചില കൊച്ചു കൊച്ചു ശീലങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത്തെ കാര്യമാണ് നമുക്കായിട്ട് കുറച്ച് സമയം. നമ്മൾ സാധാരണയായി നമ്മുടെ ദിവസങ്ങൾ പ്ലാൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. കുട്ടികൾക്ക് എപ്പോഴാണ് ക്ലാസ്, ഹസ്ബൻഡിന് എപ്പോഴാണ് ജോലിക്ക് പോവേണ്ടത്, എപ്പോഴാണ് ലഞ്ച് തയ്യാറാക്കേണ്ടത്, ഇങ്ങനെ എല്ലാവരെയും ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മുടെ ലോകം. ഇതിനിടയിൽ നമ്മൾ എവിടെയാണ്? അതുകൊണ്ട് ദിവസം മുഴുവനും തിരക്കാണെങ്കിലും നമ്മൾക്ക് മാത്രമായി ഒരു 15 മിനിറ്റ് മാറ്റിവെക്കണം. അത് രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പോ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എല്ലാവരും വിശ്രമിക്കുന്ന ആ ഒരു നേരത്തോ ഒക്കെ ആവാം. ആ 15 മിനിറ്റിൽ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു കപ്പ് ചായയോ കാപ്പിയോ ഒക്കെ സാവധാനം കുടിച്ചൊക്കെ ഇരിക്കാം. അതൊരു ക്വാളിറ്റി ടൈമാണ്. ആ സമയത്ത് തൽക്കാലത്തേക്ക് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് കണ്ണടച്ച് ഒന്നിരിക്കുകയോ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ആ സമയത്ത് അലക്കാനുള്ള വസ്ത്രങ്ങളെക്കുറിച്ചോ നാളെ റെഡിയാക്കേണ്ട ഫുഡിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കരുത്. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇന്ന് എനിക്ക് സന്തോഷം തന്ന കാര്യം എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറുതെ ഒന്ന് ആലോചിക്കുക. സത്യം പറഞ്ഞാൽ ഈ 15 മിനിറ്റ് എന്ന് പറയുന്നത് വെറുതെ ഇരിക്കാനല്ല, മറിച്ച് നമ്മുടെ മനസ്സിലെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യാനായിട്ടാണ്. ഒരു ദിവസം മൊത്തം ഓടാനുള്ള എനർജി നമുക്ക് ആ 15 മിനിറ്റിൽ നിന്നും കിട്ടും. ഇനി നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട രണ്ടാമത്തെ ശീലമാണ് പുഞ്ചിരിക്കുക. ഈ പുഞ്ചിരിക്കുക എന്ന് പറയുന്ന ഒരു ശീലം നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടും. നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എപ്പോഴാണ് ഒന്ന് ചിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പുഞ്ചിരിക്കാറുണ്ടോ? അമ്മയോട് പുഞ്ചിരിക്കാറുണ്ടോ? ഹസ്ബൻഡിനോട് പുഞ്ചിരിക്കാറുണ്ടോ? അതോ എല്ലാ സമയത്തും സ്ട്രെസ്ഡ് ആയിട്ട് വളരെ ടെൻഷൻ പിടിച്ച് ദേഷ്യം പിടിച്ചിട്ടൊക്കെയാണോ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്? അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇങ്ങനൊരു ശീലം നിങ്ങളുടെ ലൈഫിൽ ഇല്ലെങ്കിൽ അത് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. നിങ്ങൾ പുഞ്ചിരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ ലൈഫിലും വലിയ മാറ്റങ്ങൾ വരും. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ലൈഫിലും നല്ലൊരു മാറ്റം ഉറപ്പായിട്ടും വരും. പുഞ്ചിരിക്കുന്നത് സത്യത്തിൽ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ മാത്രം ആണെങ്കിൽ കൂടി നമുക്ക് എന്തെങ്കിലും വിഷമമുള്ള സമയത്ത് നമ്മൾ വെറുതെ ഒന്ന് പുഞ്ചിരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം താനേ വരുന്നത് അനുഭവിച്ച് അറിയാനായിട്ട് പറ്റും. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. എന്തെങ്കിലും സങ്കടമുള്ള സമയത്ത്, ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ചുമ്മാ വെറുതെ ഒന്ന് പുഞ്ചിരിച്ച് നോക്കിയേ. നമ്മുടെ മനസ്സിന് നമുക്കൊരു AC ഇട്ട തണുപ്പ് ഫീൽ ചെയ്യും. ഇന്നു മുതൽ നമുക്ക് പറ്റുമെങ്കിൽ ഇങ്ങനൊരു ശീലം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ചില ആൾക്കാർ പറയും, എനിക്ക് മക്കളോടൊന്നും ചിരിക്കാനായിട്ട് തോന്നാറില്ല, അവർക്ക് എപ്പോഴും ഭയങ്കര വാശിയും കുരുത്തക്കേടും ഒക്കെ തന്നെയാണെന്ന്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പുഞ്ചിരി എന്ന കുഞ്ഞു സ്റ്റെപ്പ് ആദ്യമൊന്ന് നിങ്ങൾ വെച്ച് നോക്കൂ. മൂന്നാമത്തെ ശീലമാണ് രാവിലെ ഉണരുക എന്നത്. നമ്മളിൽ പലരും രാവിലെ എഴുന്നേൽക്കുന്നത് ഒന്നെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോവാൻ വൈകും, അല്ലെങ്കിൽ ഫുഡ് വേഗം റെഡിയാക്കണം, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ്. അതായത് ഒരു ഓട്ടപ്പാച്ചിലൂടെയാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത്. കണ്ണു തുറക്കുമ്പോൾ തന്നെ മനസ്സിൽ ടെൻഷൻ തുടങ്ങും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവരും ഉണരുന്നതിന് ഒരു 30 മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വീട് മൊത്തം നിശബ്ദമായിരിക്കുന്ന ആ സമയം നമുക്ക് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ആ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് സമാധാനത്തോടെ നമുക്കൊന്നിരിക്കാം. ആ ഒരു ശാന്തതയിൽ നമ്മുടെ മനസ്സൊന്ന് തെളിയും. വെപ്രാളപ്പെട്ട് ജോലി ചെയ്യുമ്പോഴാണ് പലതും മറന്നു പോകുന്നത്. എഴുന്നേറ്റ ഉടനെ ഓടി നടന്ന് ജോലി ചെയ്താൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്ക് ക്ഷീണം തോന്നും. പകരം നേരത്തെ എഴുന്നേറ്റ് സാവധാനം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ ഉണരുമ്പോഴേക്കും നമുക്കൊരു ആത്മവിശ്വാസം വരും. എൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്ന ആ ഒരു തോന്നൽ നമ്മളെ ആ ദിവസം മുഴുവൻ കൂളാക്കി വെക്കും. നമുക്ക് രാവിലെ എന്ന് പറയുന്നത് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈമാണ്.
രാവിലെ എഴുന്നേറ്റാൽ മാത്രം പോരാ, എഴുന്നേറ്റാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് ഒരു റൊട്ടീൻ സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാവത്തുള്ളൂ. രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ രാത്രിയിൽ ലേറ്റായിട്ട് കിടക്കാതെ കൃത്യസമയത്ത് രാത്രിയിലും കിടക്കുവാണെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ നേരത്തെ രാവിലെ എഴുന്നേൽക്കാനും പറ്റത്തുള്ളൂ. അടുത്ത ശീലമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ തോന്നും, ഞാൻ എന്തിനാ ഇനി പഠിക്കുന്നേ, എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, എനിക്ക് മക്കളൊക്കെ ആയില്ലേ. പഠനം എന്ന് പറയുന്നത് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പലരും കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല. പുതിയതായിട്ട് കുക്കിംഗ് റെസിപ്പീസ് പരീക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ക്ലീനിങ്ങിൽ പുതിയ രീതികൾ പഠിക്കുന്നത്, അതേപോലെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്, ഇതൊക്കെ ഒരു പഠനമാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരികയും സന്തോഷം കണ്ടെത്തുകയും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയുമാണ് ചെയ്യുന്നത്. ഓരോ പുതിയ അറിവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭംഗിയും തിളക്കവും കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. നമ്മൾ സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റാൽ പിന്നെ ഒരു ഓട്ടമാണ്. കുട്ടികൾക്ക് ടിഫിൻ ഉണ്ടാക്കണം, ജോലിക്ക് പോകണം, വീട്ടുജോലികൾ. ഇതിനിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കുന്ന ഒരു പരിപാടി. നമ്മുടെ ശരീരത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൃത്യമായി വർക്ക് ചെയ്യണമെങ്കിൽ വെള്ളം ഒരു നിർബന്ധ ഘടകമാണ്. നമ്മൾ സ്ത്രീകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കാൻ നമ്മൾ മറക്കില്ല. പക്ഷെ നമ്മൾ സ്വന്തം കാര്യം വരുമ്പോൾ അതൊക്കെ പോട്ടെ എന്ന് വയ്ക്കും. കുപ്പികളിലൊക്കെ എടുത്ത് നിറച്ച് വയ്ക്കും. പക്ഷെ ഒരു ഗ്ലാസ് പോലും എടുത്തൊന്ന് കുടിക്കാനായിട്ട് നേരം കിട്ടില്ല. അവസാനം എന്താ സംഭവിക്കുക? സ്കിൻ ഡ്രൈ ആകും, അനാവശ്യ ക്ഷീണം വരും, പിന്നെ കാരണമില്ലാതെ ദേഷ്യം വരും. അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. ഇനി ഇത് എങ്ങനെ സിമ്പിളാക്കാം? നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തോ അടുക്കളയിലോ ഒക്കെ എപ്പോഴും കൈ എത്തുന്ന ദൂരത്ത് ഒരു നല്ല വാട്ടർ ബോട്ടിൽ വയ്ക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കാണുമ്പോൾ കുടിക്കണമെന്ന് തോന്നിക്കോളും. ഇനി നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ഉറക്കം. ഈ പറഞ്ഞ 5 ശീലങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് ഉറക്കം. ഈ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശീലമാണ് നല്ല ഉറക്കം. നമ്മൾ തിരക്കുകൾക്കിടയിൽ അവഗണിച്ച് കളയാറുള്ള ഒന്നാണല്ലേ ഇത്. നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം രാത്രിയിലെ കൃത്യമായ ഉറക്കം ഒരു മരുന്നിന് തുല്യമാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ 6 ശീലങ്ങൾ വെറും വാക്കുകളായി മാത്രം കാണാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കൂ. സത്യത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നതിനേക്കാൾ വലിയൊരു വിജയം വേറെയുണ്ടോ? നിങ്ങളെ അറിയാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിനായി, നിങ്ങളുടെ വളർച്ചയ്ക്കായി ഓരോ ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മടിക്കരുത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിത നിലവാരം ഉയർത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചെറിയ മാറ്റങ്ങളാണ്. വലിയൊരു മാറ്റം തുടങ്ങുന്നത് നമ്മൾ ഓരോരുത്തരും ദിവസവും എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളിൽ നിന്നാണ്. നിങ്ങൾ സന്തോഷകരമായിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും സന്തോഷിപ്പിക്കാൻ സാധിക്കൂ. ഈ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ. ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്